ഇൻഡോറിൽ മലിനജലം കുടിച്ച് ഒരാൾ കൂടി മരിച്ചതായി റിപ്പോർട്ട്. ഇതോടെ മരണം 17ആയി ഉയർന്നു. പുതുതായി രോഗം സ്ഥിരീകരിച്ച 38 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 15 പേർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. നിലവിൽ 142 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ രോഗികൾ ചികിത്സയ്ക്ക് എത്തുന്നതും ആളുകൾ മരിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. രോഗികളുടെ എണ്ണവും മരണവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇൻഡോറിലെ 85 വാർഡുകളിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. മെഴുകുതിരി മാർച്ച് ഉൾപ്പെടെ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതേസമയം ഇൻഡോറിലെ മലിനജലം കുടിച്ച് 17 പേരോളം മരിച്ച സംഭവത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുകയും 3 ഹർജികൾ പരിശോധിക്കുകയും ചെയ്തു. മധ്യപ്രദേശ് സർക്കാർ കോടതി നിർദ്ദേശപ്രകാരം നിലവിലെ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇൻഡോറിലെ ജലദുരന്തത്തെ സംസ്ഥാന സർക്കാർ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘം സ്ഥലത്ത് പരിശോധനകൾ നടത്തിവരികയാണ്. ജലദുരന്തത്തിൽ മരിച്ചവരുടെയോ ചികിത്സ തേടുന്നവരുടെയോ കൃത്യമായ എണ്ണം പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. 100 കണക്കിന് ആളുകൾക്ക് രോഗം ബാധിച്ചതോടെയാണ് ഇൻഡോർ മലിനജല ദുരന്തത്തെ സർക്കാർ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചത്. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ ചികിത്സാ നടപടികളും കൂടുതൽ വ്യാപിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത്. ഇൻഡോറിലെ ഭഗീരഥപുരിയിലെ വാർഡ് 11-ലെ കുടിവെള്ളത്തിലാണ് മലിനജലം കലർന്നതിനെ തുടർന്ന് വിഷബാധയുണ്ടായത്. ദുരന്തം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വെള്ളത്തെ സംബന്ധിച്ച് പ്രദേശവാസികളിൽ ചിലർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതർ ഇത് ഗൗനിച്ചില്ല. ഡിസംബറോടെ സ്ഥിതിഗതി വഷളായി. നർമ്മദാ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ കുടിവെള്ളമായി എത്തുന്നത്. ഡിസംബർ 28ഓടെ വാർഡിലെ 90% ആളുകൾക്കും വയറിളക്കം, ഛർദി, നിർജ്ജലീകരണം തുടങ്ങിയ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡിസംബർ 29-ന് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. കുടിവെള്ള പൈപ്പ് ലൈനിന് മുകളിൽ സെപ്റ്റി ടാങ്കില്ലാതെ നിർമ്മിച്ച ശൗചാലയത്തിൽ നിന്നുള്ള മാലിന്യം പൈപ്പിലെ വിള്ളലിലൂടെ കുടിവെള്ളത്തിൽ കലർന്നതാണ് വിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വെള്ളത്തിന്റെ സാമ്പിളുകളിൽ രോഗകാരികളായ അണുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി. അസുഖബാധിതർക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് ശുദ്ധമായ വെള്ളം ലഭ്യമാക്കണമെന്ന് മുനിസിപ്പൽ കോർപ്പറേഷനോടും കോടതി ഉത്തരവിട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നേരത്തെ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. സംഭവത്തിൽ 2 മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു.